ശ്രീമന്നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. ഭഗവത് അനുഗ്രഹത്താൽ തപോബലവും മതിബലവും വർദ്ധിച്ച ബ്രഹ്മദേവൻ നടത്തിയ സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ചാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത്. നമ്മൾ കണ്ടു, കഴിഞ്ഞ ദശകത്തിൽ ഭഗവാനിൽ നിന്നും അനുഗ്രഹം നേടിയ ബ്രഹ്മദേവന്റെ തപശക്തിയും മനഃശക്തിയും വർദ്ധിച്ചത്. അങ്ങനെ വർദ്ധിച്ചു കിട്ടിയ ആ വീര്യത്താൽ ബ്രഹ്മാവ് തന്നിൽ നിക്ഷിപ്തമായ ആ കർമ്മം, സൃഷ്ടികർമ്മത്തെ നിർവഹിച്ചതിനെ കുറിച്ചാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത്. ശ്ലോകം 1. വൈകുണ്ഠവർദ്ധിത ബലോധഭവത് പ്രസാദാത് അംബോജയോനി അസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാനി തഥാ തിരശ്ചാം ജാതിർമനുഷ്യ നിവഹാനഭിദേവ ഭേദാൻ. വൈകുണ്ഠ വർദ്ധിത ബലഃ അധഃ വർദ്ധിത ബലഃ അധ ഭവത് പ്രസാദാത് അംബോജയോനിഃ അസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാനി തഥാ തിരശ്ചാം ജാതിഃ മനുഷ്യ നിവഹാൻ അഭി ദേവഭേദാൻ. അപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം, ഹേ വൈകുണ്ഠ, അല്ലയോ വൈകുണ്ഠ മൂർത്തേ, ഭഗവാനെ, ഭവത് പ്രസാദാത്, അങ്ങയുടെ അനുഗ്രഹത്താൽ, വർദ്ധിത ബലഃ, വർദ്ധിച്ചു വന്ന ആ വീര്യത്താൽ, അംബോജയോനിഹി, ആ ബ്രഹ്മാവ്, അധഃ, പിന്നീട്, ഭൂരുഹമയാണി, അതായത് മണ്ണിൽ നിന്നും മുളച്ചുണ്ടാകുന്ന, അതാണ് ഭൂരുഹമയാണി, മണ്ണിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന, സ്ഥാസ്നൂനി, സ്ഥാസ്നൂനി എന്നാൽ സ്ഥാവരങ്ങളും, തഥാ അതുപോലെ, തിരശ്ചാം ജാതി, പക്ഷിമൃഗാദികളായ തിര്യക് ജാതികളും, അതാണ് തിരശ്ചാം ജാതി എന്നാൽ പക്ഷിമൃഗാദികളെയാണ് വിളിക്കുന്നത്. പക്ഷിമൃഗാദികളായ തിര്യക് ജാതികളും മനുഷ്യനിവഹാൻ, മനുഷ്യവർഗങ്ങളും ദേവഭേദാൻ, ദേവഭേദങ്ങളും അടങ്ങുന്ന ജീവദേഹാൻ, ജീവശരീരങ്ങളെ അസൃജത് കില, സൃഷ്ടിച്ചുവെത്രേ. അതായത് ആ ബ്രഹ്മാവ് ഭഗവാനിൽ നിന്ന് നേടിയ ആ ശക്തിയാല്, തൻ്റെ തപശക്തിയും മനഃശക്തിയും വർദ്ധിച്ചു വന്ന ആ വീര്യത്താൽ, ഈ മണ്ണിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന സ്ഥാവരവും ജംഗമവുമായിട്ടുള്ള എല്ലാ മനുഷ്യവർഗങ്ങളെയും ജീവവർഗങ്ങളെയും ദേവഗണങ്ങളെയും അടങ്ങുന്ന, ദേവഗണങ്ങളും അടങ്ങുന്ന എല്ലാ ജീവശരീരങ്ങളെയും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. പരമാത്മാവിന്റെ ചൈതന്യാംശമായ ആ ജീവൻ, ജീവാത്മാവ്, ജീവൻ എന്ന് വിളിക്കുന്ന ജീവാത്മാവ് നിത്യനാകയാൽ അതിനെ ഇരുന്ന് കർമ്മം ചെയ്യാനുള്ള ശരീരത്തെ രൂപകൽപ്പന ചെയ്യുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ആ ജീവാത്മാവിനെ ഇരിക്കാനുള്ള ഇടമായ ശരീരം, ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ജീവാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. അപ്പൊ ചലിക്കാൻ ശരീരം ആവശ്യമാണ്. അങ്ങനെയുള്ള ആ ശരീരത്തെ, ദേഹത്തെ രൂപകൽപ്പന ചെയ്യുക എന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഈ ശരീരമാകട്ടെ 2 വിധത്തിലാണ് ഉള്ളത്, സ്ഥാവരവും ജംഗമവും. സ്ഥാവരം എന്നാൽ ഇളകാത്തത്, അതായത് ചലിക്കാത്തത് എന്നർത്ഥം. ജംഗമം എന്നാൽ ഇളകുന്നത് എന്ന് വെച്ചാൽ ചലിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും, എല്ലാ ചരാചരങ്ങൾ എന്ന് വെച്ചാൽ ശരീരരൂപത്തിലുള്ള എല്ലാത്തിനെയും ചലിക്കുന്നതെന്നും ചലിക്കാത്തതെന്നും, സ്ഥാവരമെന്നും ജംഗമമെന്നും 2ആയി തിരിച്ചിരിക്കുന്നു. സ്ഥാവരം എന്നാൽ ചലിക്കാത്തത്, ജംഗമം എന്നാൽ ചലിക്കുന്നത്, ഇളകുന്നത് എന്നർത്ഥം. ഇതിലെ ജംഗമങ്ങളിൽ പെടുന്നതാണ് പക്ഷികൾ, മൃഗങ്ങൾ, ജലജീവികൾ, മനുഷ്യർ, ദേവന്മാർ എന്നിവ. ഇതിൽ തന്നെ, അതായത് ചലിക്കുന്നത്, ഇളകുന്നതിൽ, അതിനെയാണ് ജംഗമം എന്ന് പറയുന്നത്. ആ ജംഗമങ്ങളിൽ, അതായത് ഇളകുന്നതിൽ പെടുന്നതാണ് പക്ഷിമൃഗാദികള്, ജലജീവികള്, മനുഷ്യര്, ദേവന്മാരെല്ലാം. ഇതിൽ തന്നെ മനുഷ്യര് ഭൂമിക്ക് ലംബമായി നടക്കുന്നു, എന്നാൽ പക്ഷികൾ, മൃഗങ്ങൾ, ജലജീവികൾ ഇവയെല്ലാം ഭൂമിക്ക് തിരശ്ചീനമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അവയെ, പക്ഷിമൃഗാദികളെ, തിര്യക് ജാതികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ സ്ഥാവരവും ജംഗമവുമായ ചരാചരങ്ങൾക്കും ജീവസത്തകൾക്കും ശരീരത്തെ രൂപകൽപ്പന ചെയ്യുക, ഇതിനെയാണ് ബ്രഹ്മാവിന്റെ സൃഷ്ടികർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ സൃഷ്ടി വർണ്ണന കൊണ്ട്
നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ശരീരമാകുന്ന ഒരു ഉപാധിയെ മാറ്റിവെച്ചാൽ എല്ലാ ജീവസത്തകളും എല്ലാ ജീവരാശികളും ഒന്നാണെന്നും ഈശ്വരമയമാണ് ഈ ജഗത്തെന്നും നാം മനസ്സിലാക്കണം. കാരണം ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഇവിടെ കാണുന്ന സ്ഥാവരവും ജംഗമവുമായ സർവചരാചരങ്ങളും. അതിനകത്തിരിക്കുന്ന ജീവാത്മാവും ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാം ഒന്നായി കാണാനുള്ള ഒരു അവബോധം ഈ ഒരു സൃഷ്ടി വർണ്ണനയിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ശ്ലോകം 2. മിഥ്യാഗ്രഹാസ്മി മതിരാഗ വികോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ധാമ താമസ പദാർത്ഥ വിധാനദൂനാ തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധൈ. മിഥ്യാ ഗ്രഹാസ്മി, ഗ്രഹ അസ്മി, മതി രാഗ വികോപ ഭീതി അജ്ഞാന വൃത്തിം ഇതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ധാമ താമസ പദാർത്ഥ വിധാന ദൂന തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധേ. അർത്ഥം: സഹ, ആ ബ്രഹ്മാവ്, മിഥ്യാഗ്രഹാസ്മി മതിരാഗ വികോപ ഭീതി, അതായത് മിഥ്യ എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കുകയാണ്. ഈ പ്രപഞ്ചം യഥാർത്ഥമാണ് എന്നുള്ള ആ ഒരു തെറ്റായ ധാരണ. അതുപോലെ അഹം ബുദ്ധി, അഹം എന്ന് വെച്ചാൽ ഞാൻ എന്ന വ്യക്തിബോധം, അഹം ബുദ്ധി. അതുപോലെ രാഗം, ആഗ്രഹങ്ങള്, ഈ ശരീരമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ആ ഒരു അഹങ്കാരത്തിൽ നിന്നും രാഗം, ആഗ്രഹങ്ങൾ, ശരീരം ഞാനാണെന്ന് കരുതുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട പലവിധത്തിലുള്ള ആഗ്രഹങ്ങൾ, കോപം, പലതും ആഗ്രഹിച്ചത് സാധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന കോപം, ഭയം, അതായത് പല വിധത്തിലുള്ള ഭയം, എനിക്കത് ലഭിക്കുമോ എന്നുള്ള ആകുലതകള്, ഇനി അപകടം, രോഗങ്ങൾ മുതലായ വരുമോ എന്നുള്ള, മരണം മുതലായവയെ കുറിച്ച് ഓർത്തിട്ടുള്ള ഭയം എന്നിങ്ങനെ ഇതി പഞ്ചവിധ എന്നിങ്ങനെയുള്ള 5 വിധത്തിലുള്ള അജ്ഞാന വൃത്തി, അജ്ഞാന കാര്യങ്ങളെ സൃഷ്ടിച്ചു എന്ന്. അപ്പൊ ബ്രഹ്മാവിൽ നിന്നും ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അജ്ഞാനമായിട്ട്, അജ്ഞാനങ്ങളാകുന്ന 5 വിധത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് ഈ പ്രപഞ്ചം യഥാർത്ഥമാണ്, ഈ കാണുന്ന ലോകം ഇത് യഥാർത്ഥമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അതാണ് ആദ്യം സൃഷ്ടിച്ചത്. പിന്നീട് അഹങ്കാരം, ഞാൻ ഈ ശരീരമാണെന്നുള്ള അഹങ്കാരം. അപ്പൊ അതിൽ നിന്നും ആഗ്രഹം, കോപം, ഭയം എന്നിങ്ങനെയുള്ള വികാരങ്ങൾ, അജ്ഞാന കാര്യങ്ങളാണ് ആദ്യം സൃഷ്ടിച്ചത്. ഉദ്ധാമ താമസ പദാർത്ഥ വിധാന ദൂന, അതായത് ഉദ്ധാമം എന്ന് വെച്ചാൽ അത്യധികം, താമസ പദാർത്ഥ തമോ ഗുണമുള്ള ഇവയുടെ സൃഷ്ടി കൊണ്ട് വിധാന ദൂന, ബ്രഹ്മാവ് തന്നെ അത്യധികം ദുഃഖിതനായി തീർന്നു എന്ന്. അതായത് ബ്രഹ്മാവ് പോലും ആഗ്രഹിച്ചിരുന്നില്ല, അദ്ദേഹത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നത് ഏറ്റവും നല്ലതായിരിക്കണം എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനും അപ്പുറത്തായിരുന്നു ആ സൃഷ്ടികർമ്മം. അദ്ദേഹം പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും, ബ്രഹ്മാവിൽ നിന്നും ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുള്ള തമോ ഗുണമുള്ളവയുടെ സൃഷ്ടി കൊണ്ട് ബ്രഹ്മാവ് തന്നെ ദുഃഖിച്ചു പോയി. അങ്ങനെ വിശുദ്ധ എന്നാൽ അജ്ഞാനമൊക്കെ നീങ്ങി ശുദ്ധി കൈവരിക്കുന്നതിനായി ത്വദീയ ചരണസ്മരണം, ആ ഭഗവാനെ, അവിടുത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ സ്മരണം തേനേ, അതായത് ബ്രഹ്മാവ് ധ്യാനിച്ചു എന്ന്. അപ്പൊ ബ്രഹ്മാവിന്റെ പോലും നിയന്ത്രണത്തിൽ നിന്നും വിട്ടിട്ട് അദ്ദേഹം ആഗ്രഹിച്ചതിലെ വിപരീതമായി അദ്ദേഹത്തിൽ നിന്ന് തമോ ഗുണത്തോടു കൂടിയ 5 വിധത്തിലുള്ള അജ്ഞാന വൃത്തികളാണ് പുറത്തേക്ക് വന്നത്, ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. നോക്കൂ, ഈ പ്രപഞ്ചം യഥാർത്ഥമാണ്, നമ്മൾ ഈ കാണുന്നതെല്ലാം യഥാർത്ഥമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആദ്യം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ. യഥാർത്ഥത്തിൽ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ ഉണ്ട് എന്ന ഒരു തോന്നൽ സംഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മാജിക് ഷോ കാണാൻ നമ്മൾ കയറുമ്പോൾ അവിടെ ഇരുന്ന് ആ 2 മണിക്കൂർ നേരം നമ്മൾ ആ മജീഷ്യൻ കാണിക്കുന്ന മന്ത്രജാല പ്രകടനങ്ങൾ കാണുമ്പോൾ അവിടെ പലതും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്.
നശിപ്പിക്കപ്പെടുന്നുണ്ട്, പലതും ഇല്ലാതാകുന്നുണ്ട്, മുറിച്ചു മാറ്റുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ കാണുന്നു. യഥാർത്ഥത്തിൽ അതൊരു കൺകെട്ടാണ്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് യഥാർത്ഥമാണ് എന്ന് തോന്നുന്നു. എന്നതുപോലെ ആ 2 മണിക്കൂർ നേരത്തെ ആ ഷോ കാണുമ്പോൾ അതെല്ലാം യഥാർത്ഥമാണ് എന്ന് നമുക്ക് തോന്നുന്നത് പോലെ ജനിച്ചു മരിക്കുന്നതിനിടയിൽ ഈ പ്രപഞ്ചം, ഈ ലോകം, ഇവിടെ കാണുന്നതെല്ലാം യഥാർത്ഥമാണ് എന്നൊരു തെറ്റിദ്ധാരണ ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അതുപോലെ ഞാൻ ഈ ശരീരമാണ് എന്ന അഹങ്കാരം, വ്യക്തിബോധത്തെ, അതിൽ നിന്ന് ആഗ്രഹം, അതുപോലെ തന്നെ ഭയം, കോപം എന്നിങ്ങനെ തമോ ഗുണങ്ങളോട് ചേർന്ന അജ്ഞാന വൃത്തികളാണ് ബ്രഹ്മാവിൽ നിന്ന് ആദ്യം പുറത്തു വന്നത്. അവയെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവന് പോലും ദുഃഖം തോന്നി. കാരണം അദ്ദേഹം പോലും ആഗ്രഹിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സൃഷ്ടി വരുമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും നിയന്ത്രണത്തിനപ്പുറത്താണ് ഈ കർമ്മങ്ങൾ നടക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അദ്ദേഹം ആ ഒരു അജ്ഞാനത്തിന്റെ അന്ധകാരം പൂർണ്ണമായി അങ്ങ് നീങ്ങിക്കിട്ടാൻ, മനസ്സ് ശുദ്ധമാവാനായി ഭഗവാനെ വീണ്ടും ധ്യാനിച്ചു. ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചുകൊണ്ട്, ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് വീണ്ടും ധ്യാനിച്ചു. ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ, ഈ ഒരു ലൗകിക ജീവിതം നയിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്നും വന്നു പോയതായിട്ട് നമ്മൾ ഇന്ന് ഓർത്ത് ദുഃഖിക്കുന്ന പല കാര്യങ്ങളും, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നോർത്ത് നമ്മളെ ദുഃഖിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മനസ്സ് ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി നേടാനുള്ള ഒരേ ഒരു മാർഗം ഭഗവത് ഭജനം മാത്രമാണ് എന്ന്, ഈശ്വര ചിന്ത മനസ്സിൽ ഉറപ്പിക്കുക മാത്രമാണ് ഈ ഒരു തെറ്റിദ്ധാരണ, ഈ ഒരു ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു മാർഗം. കാരണം നമ്മൾ തന്നെ അവിടെ മനസ്സിലാക്കുകയാണ്, ബ്രഹ്മാവിന് പോലും ബ്രഹ്മാവിന്റെ കർമ്മം ബ്രഹ്മാവിന്റെ കയ്യിൽ ഒതുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം പോലും ആഗ്രഹിക്കാത്ത പോലെയാണ് അദ്ദേഹത്തിന്റെ കർമ്മം അദ്ദേഹത്തിൽ നിന്നും പുറത്തു വന്നത്. അപ്പോൾ അതിനെ പോലും നിയന്ത്രിക്കുന്ന ആ പ്രകൃതി എന്ന ശക്തി ഉണ്ട് എന്ന്, നമ്മൾ ചലിപ്പിക്കുന്ന ശക്തി പ്രകൃതിയാണ്, ആ പ്രകൃതിയാണ് ഇതിനെയൊക്കെ നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മളുടെ കയ്യിൽ നിന്നും അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോയ കാര്യങ്ങളെ കുറിച്ചോർത്ത് പിന്നീട് നമ്മൾ ദുഃഖിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് സകല പ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്ന ആ പ്രകൃതി എന്ന ശക്തിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ ദുഃഖത്തെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്ലോകം 3. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനം മുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാ ത്വത്പാദഭക്തിരസികാ ജഗൃഹോ നവാണി. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനം മുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനഃ ത്വത് പാദഭക്തിരസിക ജഗൃഹോ ന വാണി. അർത്ഥം, താവത് അതിനുശേഷം, അപ്പൊ ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനിച്ചതിന് ശേഷം, ഭൂയഃ വീണ്ടും, മനസ ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന്, സനകം സനകൻ, സനന്ദം സനന്ദൻ, സനാതനം സനാതനൻ, സനത്കുമാരൻ എന്നീ 4 മുനിമാർ സസർജ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും, ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് സനകാദി മഹർഷിമാരെ. സനകാദി മഹർഷിമാർ 4 പേരാണ്. സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ. ഈ 4 മഹർഷിമാർ ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. ത്വത്പാദ ഭക്തിരസിക, ഭഗവത് തൃപ്പാദങ്ങളിലുള്ള ഭക്തിയുടെ രസമറിഞ്ഞ ഈ സനകാദി മഹർഷിമാരാകട്ടെ, തേന സൃഷ്ടികർമാണി, ആ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കു വേണ്ടി ആജ്ഞാപിക്കപ്പെട്ടിട്ടും, ബ്രഹ്മാവ് മക്കളോട്, ഈ 4 പുത്രന്മാരോടും സൃഷ്ടികർമ്മം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടും, നിയുജ്യമാനഃ അഭി എന്ന് വെച്ചാൽ ആജ്ഞാപിച്ചിട്ടും അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തിട്ടും, വാണിം ന ജഗൃഹോ, ബ്രഹ്മാവിന്റെ ആ വാക്കുകളെ അവർ സ്വീകരിച്ചില്ല എന്ന്. അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ
ബ്രഹ്മാവ് തനിച്ചാണ് സൃഷ്ടി നടത്തിയിരുന്നത്. അതിനാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളാണ് സൃഷ്ടിക്ക് അധിഷ്ഠാനമായിട്ടുണ്ടായിരുന്നത്. മനസ്സാണ് അതിലെ ഏറ്റവും പ്രധാനം. മനസ്സുകൊണ്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടവരാണ് സനകാദി പുത്രന്മാർ. ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും ആദ്യം സൃഷ്ടിക്കപ്പെട്ടവരാണ് ഈ സനകാദികളായ 4 മഹർഷിമാർ. അവർ ജന്മം കൊണ്ട് തന്നെ ആ ഭക്തിരസം അറിഞ്ഞവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോക ജീവിതത്തോട്, ഈ ലൗകിക ജീവിതത്തോടോ കർമ്മങ്ങളോടോ യാതൊരുവിധ താല്പര്യവും അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവർ പിതാവിന്റെ വാക്കുകൾ, ബ്രഹ്മാവ് അടുത്ത തലമുറയിലേക്ക് ഈ സൃഷ്ടികർമ്മത്തെ കൈമാറുന്നതിന്റെ ഭാഗമായിട്ട് ഈ 4 പുത്രന്മാരോടും സൃഷ്ടികർമ്മം നടത്താൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഇവരാകട്ടെ ആ ഭക്തിരസം കൊണ്ട് തന്നെ ജനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ വിഷയങ്ങളോടോ കർമ്മങ്ങളോടോ യാതൊരുവിധ താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് പിതാവിന്റെ ആ വാക്കുകളെ അവര് നിഷേധിച്ചു. അവർ സൃഷ്ടികർമ്മം ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ ബ്രഹ്മാവിനോട് പറഞ്ഞു എന്നർത്ഥം. അപ്പൊ ബ്രഹ്മാവിനാൽ ഏറ്റവും ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് തമോ ഗുണത്തിന്റെ വൃത്തികളായിരുന്നു. നമുക്കറിയാലോ, ആ ഒരു ആഗ്രഹം, കോപം, ഭയം, പിന്നെ വ്യക്തിബോധം എന്നിങ്ങനെ തമോ ഗുണവൃത്തികളായിരുന്നു ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. അതിന്റെ ഫലം കൂടിയായിട്ടാണ് പിതാവ് പറയുന്ന വാക്കുകളെ പുത്രന്മാർക്ക് നിഷേധിക്കാൻ തോന്നിയതൊക്കെ ഇതിന്റെ ഏറ്റവും ആദ്യം സൃഷ്ടിക്കപ്പെട്ട അജ്ഞാനവൃത്തികളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെയും ഈ ഒരു നിഷേധ രൂപത്തിൽ നിഷേധിക്കാൻ, പിതാവിന്റെ വാക്കുകളെ നിഷേധിക്കാൻ ആ പുത്രന്മാർക്ക് തോന്നിയതിന്റെ കാരണവും അത് തന്നെ. അതോടൊപ്പം അവർ ജീവൻ മുക്തരായതുകൊണ്ട് ഭൗതിക വിഷയങ്ങളോട് അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ സൃഷ്ടികർമ്മം ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ അവര് പിതാവിനോട് പറഞ്ഞു. ശ്ലോകം 4. താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യാ ഭ്രൂമദ്യതോ ജനിമൃഡോ ഭവദേകദേശാ നാമാനി മേ കുരു പദാനി ച ഹാവിരിഞ്ചേ ത്യാദൗരുരോധ കില തേന സരുദ്രനാമാ. താവത് പ്രകോപം ഉദിതം പ്രതിരുന്ധതഃ അസ്യ ഭ്രൂമധ്യതഃ അജനി മൃഡഃ ഭവദേകദേശഃ നാമാനി മേ കുരു പദാനി ച ഹ വിരിഞ്ച ഇതി ആദൗ രുരോധ കില തേന സ രുദ്രനാമ. അതായത് ആ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് രുദ്രദേവൻ ഉണ്ടായത്, അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യം അജ്ഞാനവൃത്തികൾ 5 ഉണ്ടായി. പിന്നീട് ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് സനകാദി മഹർഷിമാർ ഉണ്ടായി. അടുത്തത് ഇനി രുദ്രദേവനാണ് ഉണ്ടായത്. താവത് ഉദിതം പ്രകോപം, അതായത് സ്വന്തം പുത്രന്മാർ തന്റെ വാക്കുകൾ നിഷേധിച്ചപ്പോൾ താവത് അപ്പോൾ ഉണ്ടായ ഉദിതം പ്രകോപം, വർദ്ധിച്ചു വന്ന കോപം, മനസ്സിൽ പ്രതിരുന്ധതഃ ഒതുക്കാനായിട്ട് ശ്രമിച്ച അസ്യ ആ ബ്രഹ്മാവിന്റെ, അപ്പൊ പുത്രന്മാർ വാക്കുകൾ നിഷേധിച്ചത് കണ്ടപ്പോൾ ഉണ്ടായ ദേഷ്യം, ആ കോപം മനസ്സിൽ അങ്ങോട്ട് വർദ്ധിച്ചു വന്നപ്പോൾ ആ കോപം പുറത്തു കാണിക്കാതെ മനസ്സിൽ തന്നെ അങ്ങോട്ട് അടക്കാൻ ശ്രമിച്ചപ്പോൾ ആ ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യതഃ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്നും ഭവദേകദേശഃ ഭഗവാനെ അവിടത്തെ തന്നെ അംശാവതാരമായ മൃഡൻ അജനി ഉണ്ടായി. ആ മൃഡനാകട്ടെ ഹേ വിരിഞ്ച, അല്ലയോ സൃഷ്ടികർത്താവേ, അല്ലയോ പിതാവേ, മേ നാമാനി എനിക്ക് നാമങ്ങളും പദാനിച്ച കുരു സ്ഥാനങ്ങളും കൽപ്പിച്ചു തരുക, ഇതി എന്ന് സഹ ആ മൃഡൻ ആദൗരുരോധ പുറത്തു വന്ന വഴിക്ക് ഉറക്കെ വിളിച്ചു പറയാണ് പിതാവിനോട്, എനിക്ക് നാമം തരൂ, എനിക്ക് സ്ഥാനമാനങ്ങൾ തരൂ, ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് പറയൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ തേന സഹ ആ ദേവനാകട്ടെ രുദ്രനാമഹ രുദ്രൻ എന്ന് നാമമുള്ളവനായി തീരുകയും ചെയ്തു. അപ്പോൾ
സനകാദി മഹർഷിമാർ തൻ്റെ വാക്ക് നിഷേധിച്ചപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. അപ്പൊ ആ ദേഷ്യം എന്ന വികാരവും ഏറ്റവും ആദ്യം ഉണ്ടായ ആ 5 തമോ ഗുണത്തിൽ നിന്നുണ്ടായ 5 അജ്ഞാന വൃത്തികളുടെ ഫലമായിട്ടാണ് അവിടെ വന്നത്. അതുകൊണ്ടാണ് പുത്രന്മാർക്ക് നിഷേധിക്കാൻ തോന്നിയത് പിതാവിന്റെ വാക്ക്. പിന്നെ അത് കേട്ടപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. അപ്പൊ ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ആദ്യത്തെ അജ്ഞാന വൃത്തികൾ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെ ബ്രഹ്മാവിന് ദേഷ്യം വന്നപ്പോൾ ആ ദേഷ്യത്തെ മനസ്സിൽ അടക്കി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്നും മൃഡൻ എന്നൊരു ദേവൻ, ഭഗവാന്റെ അംശാവതാരം തന്നെയായിട്ട് ആ ദേവൻ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന വഴിക്ക്, സൃഷ്ടിക്കപ്പെട്ട വഴിക്ക് ആ ദേവൻ പിതാവിനോട് ആവശ്യപ്പെട്ടത്, കർമ്മം ചെയ്യാൻ തിരക്കായി, അപ്പൊ എനിക്ക് നാമങ്ങൾ തരൂ, സ്ഥാനമാനങ്ങൾ തരൂ, ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുറത്തു വന്ന വഴിക്ക് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അങ്ങനെ ചോദിച്ചതിനാൽ ആ ദേവന് രുദ്രൻ എന്ന നാമമുള്ളവനായി തീരുകയും ചെയ്തു. അങ്ങനെയാണ് ബ്രഹ്മാവിനിൽ നിന്നും രുദ്രദേവൻ ആവിർഭവിച്ചത്. ശ്ലോകം 5. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്തച്ച പദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. ഏകാദശ അഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാഃ ച ദത്വാ താവന്തി അദത്ത ച പദാനി ഭവത്പ്രണുന്നഃ പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. സഹ ആ ബ്രഹ്മാവ് ഭവത്പ്രണുന്ന, ആ ബ്രഹ്മാവ് ഭവത്പ്രണുന്ന എന്നാൽ ഭഗവാനെ അവിടുത്തെ പ്രേരണയ്ക്കനുസരിച്ച് രുദ്രം ഏകാദശാഹ്വയതയാ, അതായത് ആ രുദ്രദേവനെ 11 ഏകാദശാഹ്വയതയാ പേരുകളും വിഭിന്ന രൂപം അതിനനുസരിച്ചുള്ള സ്വരൂപങ്ങളും വിധായ നൽകി എന്ന്. അപ്പോൾ രുദ്രദേവൻ തനിക്ക് നാമം, രൂപം, സ്ഥാനമാനങ്ങൾ എത്രയും വേഗം നൽകുക എന്ന് നിലവിളിക്കുകയായിരുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഭഗവാന്റെ പ്രേരണയ്ക്കനുസരിച്ച്, അതായത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തന്നെ ഭഗവാനാൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ആ രുദ്രദേവന് 11 പേരുകളും അതിന് ചേർന്ന സ്വരൂപങ്ങളും നൽകി. ശേഷം ദയിതാഹ വനിതാഹ ച ദത്വ, ദയിത അതായത് പ്രിയതമകളായ വനിതകളെയും അതായത് പത്നിമാരെയും, താവന്തി പദാനി ച ആദത്ത, അതായത് അത്രയും സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു എന്ന്. അപ്പൊ രുദ്രദേവന് 11 പേരും അതിന് ചേർന്ന 11 സ്വരൂപങ്ങളും ആ 11 പേർക്കും അവർക്ക് ചേർന്നതായ പത്നിമാരെയും അതുപോലെ അവർക്ക് ഇരിക്കാനുള്ള സ്ഥാനമാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സാദരം തം, വിനീതനായ ആ രുദ്രദേവനോട്, അദ്ദേഹത്തോട് വിരജനായ, പ്രജകളെ സൃഷ്ടിച്ചാലും എന്ന് പ്രാഹച, ബ്രഹ്മാവ് അരുളി ചെയ്യുകയും ചെയ്തു എന്ന്. അപ്പോൾ രുദ്രദേവനെ സൃഷ്ടിച്ചപ്പോൾ രുദ്രദേവൻ കർമ്മം ചെയ്യാൻ അത്ര ഉത്സുകനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രുദ്രദേവന് ആ ഭഗവാന്റെ പ്രേരണയാൽ തന്നെ 11 നാമങ്ങളും അതിന് ചേർന്ന സ്വരൂപങ്ങളും നൽകി. എന്നിട്ട് അവർക്ക് അനുയോജ്യരായ പത്നിമാരെയും 11 പത്നിമാരെയും നൽകിയിട്ട് അതുമാത്രമല്ല അവർക്കിരിക്കാനുള്ള സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷം അവരോട് പ്രജകളെ സൃഷ്ടിച്ചാലും എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ഇവിടെ ബ്രഹ്മാവിനാൽ നിർദ്ദേശിക്കപ്പെട്ട 11 നാമങ്ങൾ, അതായത് രുദ്രദേവന്റെ 11 നാമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മന്യു, മനുഹു, മഹിനസഹ, മഹാൻ, ശിവ, ഋതധ്വജഃ, ഉഗ്രരേതഃ, ഭവഃ, കാലഃ, വാമദേവ, ധൃതവൃതഃ. ഇവയാണ് ആ 11 പേരുകൾ. മന്യു, മനു, മഹിനസ, മഹാൻ, ശിവ, ഋതധ്വജഃ, ഉഗ്രരേതൻ, ഭവ, കാല,
വാമദേവൻ ഋതവ്രതഃ. അങ്ങനെ 11 നാമങ്ങളാണ്, 11 രൂപഭേദങ്ങളുമാണ്, സ്വരൂപങ്ങളുമാണ് കൊടുത്തത്. ഇനി അവരിരുന്ന് അവർക്ക് കൊടുത്ത സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്നത് ഹൃദയം, ഇന്ദ്രിയങ്ങള്, സുർലോകം, വ്യോമലോകം അതായത് അന്തരീക്ഷ ലോകം, വായു, അഗ്നി, ജലം, മഹി അതായത് ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ് എന്നിങ്ങനെ 11 സ്ഥാനങ്ങളുമാണ് അവർക്ക് കൽപ്പിച്ചു കൊടുത്തത്. ഹൃദയം, ഇന്ദ്രിയങ്ങള്, സ്വർലോകം, വ്യോമലോകം, വായു, അഗ്നി, ജലം, മഹി, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ് എന്നീ 11 സ്ഥാനങ്ങളും അവർക്ക് ഇരിക്കാനായി കൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ രുദ്രദേവനോട് സൃഷ്ടികർമ്മത്തെ നടത്തുവാനായിട്ട് ബ്രഹ്മാവ് പറയുകയും ചെയ്തു.